ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിഷ്കളങ്ക സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും ധർമ്മല ജീവിതം നയിച്ച ഈശോയോടുള്ള സ്നേഹം പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ അനുഭവിച്ച ഈശോയുടെ സക്രാരിക്ക് ദിനരാത്രങ്ങൾ കാവലിരുന്ന ഒരു സന്യാസിനി വിശുദ്ധ യൂപ്രാസ്യ. എഴുവത്തിങ്കൾ അന്തോണി കുഞ്ഞേത്തി ദമ്പതിമാരുടെ പൊന്നോമന മകളായി ഒരു സമ്പന്ന കുടുംബത്തിൽ 1877 ഒക്ടോബർ 17 കുഞ്ഞു റോസയുടെ ജനനം. കുഞ്ഞുനാൾ മുതലേ ഈശോയെയും കന്യകാമറിയത്തെയും അടുത്തറിയാൻ ഈ മകൾ ആഗ്രഹിച്ചിരുന്നു. കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പുകളെയെല്ലാം അവഗണിച്ച് മഠത്തിൽ ചേരാൻ തീരുമാനിച്ചു. തന്റെ 20-ാം വയസ്സിൽ ശീലവസ്ത്രം സ്വീകരിച്ച് ഈശോയുടെ ഹൃദയത്തിന്റെ യൂപ്രാസയായി. ഹൃദയത്തോടൊപ്പം ചാർത്തി പിടിച്ച ക്രൂശ് രൂപവും ജപമാലയും പിന്നെ കുറെ പ്രാർത്ഥന പുസ്തകങ്ങളും ഇതൊക്കെയായിരുന്നു യൂപ്രാസ്യമ്മയുടെ ആഡംബരങ്ങൾ. എളിമ, ദാരിദ്ര്യം, പ്രായശ്ചിത്തം, അനുസരണം, പ്രാർത്ഥന എന്നീ സദ്ഗുണങ്ങളിൽ ഏവർക്കും മാതൃകയായി. കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ തിരുസക്രാരിയുടെ കാവൽക്കാരിയായി. ദിവ്യകാരുണ്യത്തിന്റെ ആത്മാവ് ചലിക്കുന്ന സക്രാരി, സക്രാരിയുടെ അയൽക്കാരി എന്നീ അപരനാമങ്ങളും അമ്മയ്ക്കുണ്ടായിരുന്നു. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ഒന്നായിരിക്കാൻ ഈ അമ്മയ്ക്ക് സാധിച്ചു. ഉള്ളൂർ അമലാൽബ മാതാവിന്റെ മടക്കപ്പേലയിൽ ഈശോയെയും പരിശ അമ്മയെയും ഇടമുറിയാതെ നോക്കിയിരിക്കുമായിരുന്നു യൂപ്രാസ്യമ്മ. സഹോദരങ്ങളിൽ നിന്നുള്ള നന്മകൾ മറക്കാതെ തിരുസന്നിധിയിൽ അറിയിച്ചിരുന്ന യൂപ്രാസ്യമ്മ അവരോട് നന്ദിപൂർവ്വം പറഞ്ഞിരുന്നു. മരിച്ചാലും മറക്കില്ലാട്ടോ. 1952 ആഗസ്റ്റ് 29 പ്രാർത്ഥിക്കുന്ന ഈ അമ്മ നമ്മെ വിട്ട് പൂർണ്ണമായും ദൈവത്തോട് ചേർന്നു. 2014 നവംബർ 23 തൃശ്ശൂർ അതിരൂപതയുടെ ഈ പൊന്നോമന മകളെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധി സ്വന്തമാക്കിയ യൂപ്രാസ്യമ്മ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്താനും പ്രതിസന്ധികളിൽ തമ്പുരാനെ ആശ്രയിക്കാനും ക്ഷമിക്കാനും ക്ഷമിച്ചോദിക്കാനും ജനങ്ങളെ പഠിപ്പിച്ചു. അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് എത്രയോ മക്കൾക്ക് രോഗസൗഖ്യം ലഭിച്ചിരിക്കുന്നു. തിരുസഭയ്ക്കും പുരോഹിതർക്കും രൂപതാ പ്രശ്നങ്ങൾക്കും അമ്മ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചു. സഹജീവികളെ പരിഗണിക്കാൻ മറന്നുപോകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് യൂപ്രാസ്യമ്മ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. ജീവിത വഴിയിൽ കണ്ടുമുട്ടുന്ന പാവപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിക്കുക, സഹായിക്കുക. പ്രത്യാശയെ മുറുകി പിടിച്ച യൂപ്രാസ്യമ്മ സഹനത്തെ ഭയപ്പെടുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും പതറിപ്പോകുന്ന മക്കളോട് യൂപ്രാസ്യമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ: പണം പോയാലും പുണ്യം പോകരുത്. പ്രകൃതി ദുരന്തങ്ങളും മാറാവ്യാധികളും ജീവിതപാതയിൽ ഇരുട്ട് പരത്തുമ്പോൾ യൂപ്രാസ്യമ്മ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചു. പ്രിയമുള്ളവരെ, നമുക്കും യൂപ്രാസ്യമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം.